ഹായ്, നമസ്കാരം. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ ചെയ്യാൻ പറ്റിയ ഒരു വീട്, 20 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള ഒരു വീടാണത്. വീട് വരുന്നത് എടച്ചിറ ജംഗ്ഷൻ അടുത്തായിട്ടാണ്, അതായത് ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്തായി. ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രമാണ് ആ ദൂരം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ടിഫിൻ കമ്പനി എന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒലിവ് കലിസ്ത എന്നൊരു ബിൽഡിംഗ് ഉണ്ട്. അതിന് ചേർന്നാണ് നമ്മുടെ ഈ വീട് വരുന്നത്. അപ്പോൾ 20 പേർക്ക് താമസിക്കാവുന്ന വീടാണ്. ബെഡും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഹോസ്റ്റൽ നടത്തുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വീടാണത്. നമുക്കതൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എടച്ചിറ ജംഗ്ഷന് അടുത്തായിട്ടാണ്. അതാണ് എടച്ചിറയിലേക്ക് പോകുന്ന റോഡാണിത്. ഇൻഫോ പാർക്കിൽ നിന്നും എടച്ചിറയിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെയാണ് ടിഫിൻ കമ്പനി എന്ന റെസ്റ്റോറൻറ്റ് വരുന്നത്. അതിന് തൊട്ട് ചേർന്നായിട്ടൊരു വഴി പോകുന്നുണ്ട്. ഇവിടെ എല്ലാം ഹോസ്റ്റലുകൾ നടത്തുന്നുണ്ട്. ഇവിടെ സെൻറ് മേരീസ് ഹോസ്റ്റൽ, ലേഡീസ് ഹോസ്റ്റലാണ് തൊട്ടടുത്തുണ്ട്. ഇങ്ങോട്ട് ഈ റോഡ് പോകുന്നത് നമ്മുടെ ഒലിവ് കാലിസ്ത എന്ന ഫ്ലാറ്റിലേക്കാണ്, ഒലിവ് കാലിസ്തയിലേക്കാണ്. അതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ വീട് വരുന്നത്. ഇതാണ് ഒലിവ് കലിസ്ത എന്ന ഫ്ലാറ്റ്. അതിന് തൊട്ട് ചേർന്ന് തന്നെ ഒരു കോൺക്രീറ്റ് റോഡ് താഴേക്ക് പോകുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ഈ വീട് വരുന്നത്. ഇതാണ് അങ്ങോട്ടുള്ള വഴി. ഈ കാണുന്ന വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് വീട്. വീടിൻ്റെ വർക്കെല്ലാം തീർന്ന് ഫിനിഷായി ഇട്ടിരിക്കുകയാണ്. മുറ്റത്ത് ഇൻ്റർലോക്ക് വിരിക്കാനുണ്ട്. ആ മുറ്റത്ത് കുറച്ച് വർക്കുകൾ കൂടി ബാക്കിയുണ്ട്. ഇൻ്റർലോക്ക് ചെയ്യാനുണ്ട്. ഈ ഭാഗത്തും അത്യാവശ്യം സ്ഥല സൗകര്യം ലഭ്യമായിട്ടുണ്ട്. ഇവിടെയാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. നമുക്ക് ടോട്ടൽ 5 റൂമുകളാണ് വരുന്നത്. ഓരോ റൂമിലും 4 പേർക്ക് താമസിക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 പേർക്ക് താമസിക്കുന്നത് ആദ്യത്തെ റൂമാണ്. ബെഡും കോട്ടും എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നാല് ബാത്റൂമുകളും ഈ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് 2ാമത്തെ റൂമാണ്. ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. വാഷ് ബേസിൻ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ടൈലൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്നതാണ്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ്. ഇപ്പോൾ 4 ബാത്റൂമും 5 റൂമുകളുമാണ് വരുന്നത്. ഇവിടെയും ഒരു റൂം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് വേറെ റൂം. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. 2 ബെഡ്റൂമുകൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. അവിടെയാണ് ബാത്റൂം. ഇവിടെ ഒരു കിച്ചൺ കൂടി അവൈലബിൾ ആണ്. ചെറിയൊരു കിച്ചൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിലേക്ക് പുറത്തുകൂടി വേറൊരു വഴി കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ റൂമും ഈ കിച്ചണും ഈ ബാത്റൂമും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ്. പുറത്താണ് വേറൊരു ബാത്റൂം വരുന്നത്. അത് കോമൺ ബാത്റൂമാണ്. അത് വീടിൻ്റെ പുറത്ത് ആണ് വരുന്നത്. ഇവിടെയാണ് ആ ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, അതെല്ലാം സെറ്റ് ചെയ്ത് നൽകുന്നതാണ്. ഇതാണ് വേറൊരു ബാത്റൂം. അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് വരുന്നതിന്, പുറകിൽ കൂടി വരുന്നതിനും ഒരു വഴി അവൈലബിൾ ആണ്. ഇതാണ് ആ കിച്ചണിന് കണ്ട ഡോറാണിത്. അപ്പോൾ നമുക്ക് ഈ വഴി കൂടി ഇത് സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് ഈ പുറകുവശത്തേക്കും വരാവുന്നതാണ്. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ അരയെല്ലാം കെട്ടുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സ്പേസാണ്. അപ്പോൾ ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വാടക 45,000 രൂപയാണ്. പക്ഷേ ചെറുതൊക്കെ ആയിട്ട് നെഗോഷ്യബിളാണ്.